ഹലോ. അപ്പോൾ ഇന്നുണ്ടല്ലോ 2 മാവിൻ തൈ വാപ്പ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എന്നും വിളിക്കാറുള്ള അണ്ണനെ വിളിച്ച് 2 സൈഡിലായിട്ട് കുഴി എടുക്കാൻ പോയി കേട്ടോ. കട്ടയൊക്കെ മാറ്റി അണ്ണൻ നല്ല സെറ്റപ്പായിട്ട് കുഴിയൊക്കെ എടുക്കുന്നുണ്ട്. ആദ്യമാണെങ്കിൽ നോട്ടക്കാരനെ കുട്ടി ഇങ്ങനെ 2 എളിയിലും കൈ വരുത്തി നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇവർ കാണാത്തതുകൊണ്ട് ഞാൻ എവിടെയാണെന്ന് നോക്കിയപ്പോൾ 2 പൂച്ചക്കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പൂച്ചക്കുഞ്ഞിനെ കളയട്ടെടാന്ന് പറഞ്ഞപ്പോൾ പാവം പൂച്ചക്കുഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണം കേട്ടോ. പിന്നെ ഞാൻ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോൾ ഇക്കാക്ക പണിയെടുക്കാൻ പറ്റാത്ത ഇക്കാക്കായും അണ്ണനെ സഹായിക്കുന്നുണ്ട് കേട്ടോ. മാവന്തായി അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് കോഴിയുടെ അവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത് പിന്നെ അണ്ണൻ പ്ലാസ്റ്റിക് എല്ലാം കളഞ്ഞ് കുഴിയിലേക്ക് ഇറക്കി വെച്ചു. അണ്ണൻ തന്നെ കേട്ടോ നട്ടത്. കുഴിയിലേക്ക് ഇറക്കി വെച്ചതിലേക്ക് നല്ലോണം മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവനെന്താ ഇങ്ങനെ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന കുരുമുളകിൽ നിന്ന് കുരുമുളക് കുറച്ചവൻ. അപ്പോൾ അവന് ചീത്ത പറഞ്ഞിട്ടാട്ടോ അവൻ്റെ മോന്ത അങ്ങനെ ഇരിക്കണേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അണ്ണൻ ലെവലാക്കി എല്ലാം കൊടുത്ത് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം കാണുന്നത്, സ്നേക്ക് പ്ലാന്റിൽ ഒരു പൂ ഉണ്ടായി നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ അതിനകത്ത് പൂ ഉണ്ടാവണം കാണുന്നത്. പിന്നെ അപ്പുറത്ത് കുഴി എടുക്കാൻ വേണ്ടി ഇക്കാക്ക ആക്റ്റീവ് എല്ലാം മാറ്റി വെച്ചപ്പോൾ അവൻ്റെ സൈക്കിൾ മാറ്റി കൊണ്ടുപോയേക്കണേ കേട്ടോ. കുറേ നേരം അവൻ അവിടെ നിന്ന് കയറ്റാൻ നോക്കണു. ലാസ്റ്റ് അവൻ തന്നെ കയറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അണ്ണൻ എത്ര ഘട്ടം മാറ്റണമെന്നൊക്കെ വാപ്പാടുത്ത് ചോദിക്കണ്ടായിരുന്നു. അങ്ങനെ 4 ഘട്ടം മാറ്റി അണ്ണൻ കുഴിയൊക്കെ എടുത്ത് ആ കറുത്ത മണ്ണ് വന്നപ്പോൾ പറയുകയാണ് അതായിരുന്നു അടുത്ത ശരിക്കുള്ള മണ്ണ്. റോഡിനിങ്ങനെ പണി വരുമ്പോൾ റോഡ് പൊങ്ങി വരുമ്പോൾ വാപ്പ മണ്ണിട്ട് നികത്തി ഇങ്ങനെ ഇപ്പോൾ ഇത്ര ആയതാണെന്നാട്ട് പറയുന്നത്. ഇവിടെ സാധാരണ വീട് വെച്ചപ്പോൾ ആ ഒരു കറുത്ത മണ്ണായിരുന്നു എന്നാട്ട് പറയുന്നത്. അങ്ങനെ കുഴിയെല്ലാം എടുത്ത് അണ്ണൻ തന്നെ ഈ 2ാമത്തെ മാവ് നട്ട് 2ാമത്തേൽ പൂങ്കുലേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറ് കൊടുത്തു അണ്ണന് ഉച്ച സമയമായതുകൊണ്ട്. പിന്നെ മിറ്റെല്ലാം വൃത്തിയാക്കി ബാക്കി വന്ന മണ്ണെല്ലാം ചാക്കിലേക്ക് ആക്കി മാറ്റി വെച്ച് അണ്ണൻ പോയിട്ട് പിന്നെ ആദ്യത്തെ തന്നെ കക്കാടിയാന്ന് പറഞ്ഞ് നനയ്ക്കാം. അപ്പോൾ ഇത്രയുള്ള ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.